അതുകൊണ്ട് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു തങ്കീസ് ഡയറി. ഇന്ന് ഞാൻ നിങ്ങളെ SM സ്ട്രീറ്റിലെ കുറച്ച് കാഴ്ചകൾ കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം, ഞാൻ ഇത് ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ പർച്ചേസിങ്ങിനാണ് പോയിട്ടുള്ളത്. കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പോയിട്ടുള്ളത്. ആദ്യമായി പോകുന്നുണ്ട്, എനിക്ക് നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. മാത്രമല്ല, നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടല്ലേ അങ്ങോട്ടേക്ക് പോകുന്നത്. ആ ഒരു സംഭവമൊക്കെ അവിടെ ഉണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ അങ്ങനെ ആദ്യമായി അവിടെ പോകുന്നവർ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം അങ്ങോട്ടേക്ക് പോകുന്നവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഇന്ന് സൺഡേ മാർക്കറ്റാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്ക് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സൺഡേ മാർക്കറ്റിൽ എന്തോ ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടുന്നു എന്നുള്ള ഉദ്ദേശത്തെയാണല്ലോ നമ്മൾ അവിടെ പോകുന്നത്. എന്നാൽ നിങ്ങളിത് കണ്ടോ? ചെരുപ്പിനൊക്കെ എത്രയാ? ഇതിനൊക്കെ എത്രയാ? 390 ആണോ? 480. അതോ ആ സോഫ്റ്റ്? അതിന് ഇതിനെത്ര വരും? കേട്ടില്ലേ, ക്വാളിറ്റി ഉള്ള സാധനമാണ്. അതെ, ക്വാളിറ്റി ഉള്ള സാധനത്തിന് പൈസ കൊടുക്കണം. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. ക്വാളിറ്റി ഉള്ള സാധനത്തിന് നമ്മൾ പൈസ കൊടുത്ത് തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. ഞാൻ അവിടെ ഒട്ടുമിക്ക കടകളിലും കയറി. അപ്പോൾ ഏകദേശം എല്ലാത്തിനും അങ്ങനെയൊക്കെയുള്ള വിലയാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി എന്താണ് ഇവർ ഈ വിലക്കുറവ് എന്ന് പറയുന്നതെന്ന് എനിക്കൊരു ഡൗട്ട്. കാരണം ഇതേ സെയിം റേറ്റ് തന്നെ എൻ്റെ നാട്ടിലും കിട്ടും. ഞാൻ പറയുന്നത് ഷോപ്പിങ്ങിന് വേണ്ടി മാത്രം അങ്ങോട്ടേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ റേറ്റ് കുറച്ച് കൊടുക്കുന്ന 1-2 കടയുണ്ട്, അതും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് 4 ടോപ്പിന് 500 രൂപ എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ അങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഈ കിടക്കുന്നതാണ് ഈ ടോപ്പുകൾ, അതായത് 250 രൂപയുടെ ടോപ്പുകളാണ് ഈ കിടക്കുന്നത്. ഇങ്ങനത്തെ കുർത്തീസ് വാങ്ങുന്ന ആളുകളും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ആ 250 രൂപയുടെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. വേണ്ടവർക്കത് വാങ്ങിക്കാം, ആരെയും നിർബന്ധിക്കുന്നില്ല അവർ. പക്ഷെ നമ്മൾ ഷെൽഫിലിരിക്കുന്ന ഒരെണ്ണം എടുത്തിട്ട് നമുക്കല്ലേ അത് മതി, അതിന് എത്ര റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ 650, 750 ഒക്കെയാണ് റേറ്റ് പറയുന്നത്. ഈ കിടക്കുന്ന നൈറ്റിക്കെല്ലാം 400 രൂപ മുകളിലോട്ടാണ്. അതായത് 500, 600, 700 റേറ്റ് വരെ ഉള്ളത് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഒരു ഷോപ്പുകാരുടെ കച്ചവടത്തെ ബാധിക്കുന്ന രീതിയിലല്ല ഈ വീഡിയോ ഇടുന്നത്. കാരണം ജനറലി അവിടെ ഒന്ന് വാങ്ങിക്കാൻ, അതായത് ആദ്യമായി അവിടെ പർച്ചേസ് ചെയ്യാൻ ചെല്ലുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. പിന്നെ ഇതുപോലൊരു നൈറ്റിക്ക് വിലക്കുറവുള്ളൊരു കട കണ്ടു. അതാണ് ഈ കാണുന്ന കടയാണ്. അവിടെ ഈ ഇരിക്കുന്ന നൈറ്റിക്കൊക്കെ 150 രൂപ ഉള്ളായിരുന്നു. അത് വാങ്ങിക്കേണ്ടവർക്ക് അത് വാങ്ങിക്കാം, വില കൂടുതലുള്ളവർക്ക് അത് വാങ്ങിക്കാം. പിന്നെ നമ്മൾ പോയത് ക്യാപ്പ് വാങ്ങിക്കാനാണ്. അപ്പോൾ ക്യാപ്പിന് വേണ്ടി ഈ ഒരു കടയിൽ നിന്ന് നമ്മൾ ക്യാപ്പ് വാങ്ങിച്ചത് 150 രൂപ. എനിക്ക് അറിഞ്ഞൂടാ നാട്ടിൽ എത്രയാണ് അതിൻ്റെ റേറ്റ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ 150 രൂപയായിരുന്നു. പിന്നെ ഈ ബാഗിൻ്റെ റേറ്റ് എങ്ങനെയാ? 400 രൂപ. അതിൻ്റെ തടിയിലത്തെ 400 രൂപ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ കടയിൽ കയറി അവിടെ നിന്ന് നമ്മളൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പറയുന്ന ജിം ബാഗിനൊക്കെ 200, 250 അങ്ങനെയൊക്കെയുള്ള റേറ്റ് ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു ആ കട. ഞാനിതിൽ വില കുറവായിട്ട് തോന്നിയ കടകളുടെ മാത്രം, അതായത് അങ്ങനെയുള്ള ഷോപ്പിൻ്റെ മാത്രം നെയിമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, കാരണം അവർ എന്തായാലും ഈ കച്ചവടത്തിന് വേണ്ടി ഇരിക്കുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ അവരുടെ കച്ചവടം ഞാനായിട്ട് ഇല്ലാണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ശരിക്കും ഈ വീഡിയോ ഇടാൻ തന്നെ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇതുപോലെ വ്യൂവേഴ്സിന്, കാരണം ഇത് കണ്ടേച്ച് ആരെങ്കിലും പോയി വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് പ്രൈസ് കുറവുള്ള ഷോപ്പിൻ്റെ മാത്രം നെയിം കാണിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ യൂട്യൂബിലൊക്കെ നല്ലൊരു ഇമേജ് ഉള്ള ഒരു കട എനിക്ക് തോന്നിയത് കഷ്കയാണ്. എനിക്ക് അവിടുത്തെ പേരുകളോ അല്ലെ കടകളോ ഒന്നും അറിയില്ല, പക്ഷേ ഇത് ഞാൻ കണ്ടിട്ടാട്ടോ, ഇത് ഞാൻ മുൻകൂട്ടി കണ്ടു. ഈ കഷ്ക എന്ന് പറയുന്ന പേര് കണ്ടിട്ടാണ് ആ സ്ഥലത്തേക്ക് പോയത്. പക്ഷേ എനിക്ക് മനസ്സിലായത് അവിടെ നല്ല ക്വാളിറ്റി ഉള്ള തുണികൾ റീസണബിൾ പ്രൈസിന് കിട്ടുമെന്നാണ് തോന്നിയത് കേട്ടോ. കാരണം ഈ കിടക്കുന്നതിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തുണികളാണ്, നമുക്ക് റീസണബിൾ പ്രൈസ് തന്നെയാണ്. അതൊരു പ്രത്യേകത. ഇവിടെയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറോ ഫസ്റ്റ് ഫ്ലോറോ സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ ഗ്രൗണ്ടിൽ കുർത്തീസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ വെസ്റ്റേൺ വെയേഴ്സ് ആണ്. പിന്നെ തേർഡിലാണെങ്കിൽ ജീൻസിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ, നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ ഈ ഞാൻ നോക്കുന്നതിനൊക്കെ റേറ്റ് കുറവുള്ള ടോപ്പുകളാട്ടോ ഈ കാണിക്കുന്നത്. 395, 250 അങ്ങനെയൊക്കെയുള്ള റേറ്റുകളൊക്കെയാണ്. കൊള്ളാം, നല്ല അതിനുള്ള ക്വാളിറ്റി ഉള്ള തുണികളും തന്നെയാണ്.
കാണുന്നത് പലാസോ അതുപോലെ പെൻഫിറ്റ് എന്നൊക്കെ പറയുന്ന പാൻസ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെയാണ്. അതിനൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് മാത്രമേ ഉള്ളൂ, ക്വാളിറ്റിയും നല്ലത് തന്നെയാണ്. ജീൻസിനൊക്കെ അതായത് 400 തൊട്ടാന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ് കേട്ടോ. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ ഉള്ള പാൻസൊക്കെയാണ്. അത് എല്ലാ സൈസിലുള്ളതും ഉണ്ട്, ഏത് സൈസുകാർക്കും ഏത് മോഡലിലുള്ളതും ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ, അതെല്ലാ ഐറ്റവും അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കണ്ടതൊക്കെ അവിടുത്തെ ഷോപ്പിലെ കാര്യങ്ങളാണ്. ഇനി അതല്ലാണ്ട് സൺഡേ മാർക്കറ്റിൽ ഈ ഷോപ്പിൻ്റെ പുറത്ത് ആളുകളിട്ട് വിളിച്ച് പറഞ്ഞ് അങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ എനിക്ക് തോന്നുന്നു 100 അതായത് 100 രൂപ തൊട്ടുള്ള തുണികൾ നമുക്ക് അവിടെ കിട്ടും. പിന്നെ അതല്ലാണ്ട് ഉള്ള ഏതെടുത്താലും 5 രൂപ 20 രൂപ 10 രൂപ അതുള്ളത് തന്നെയാണ് കേട്ടോ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ 10, 20, 30 രൂപയുടെ സാധനങ്ങളുണ്ട്. നമ്മൾ എടുക്കുന്നതനുസരിച്ചിട്ട് ഓരോന്നിൻ്റെ വില അവർ പറയുന്നു തരുന്നത്. പിന്നെ എനിക്കൊരു കാര്യം തോന്നിയത് എന്താണോ, ഞാൻ എടുക്കുന്നത് ഏതൊരു സാധനത്തിനും അതിന് 30 രൂപ ഒരു വില പറയുന്നത് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ റേറ്റ് അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഞാൻ എടുത്ത് ഓരോ ഇതിനെത്രയാന്ന് ചോദിക്കുമ്പോൾ അവർ 30 രൂപ റേറ്റ് ഒക്കെയാണ് പറയാറുള്ളൂ. പക്ഷേ എല്ലാം അത് ഓക്കെയാണ്, ആ ഒരു വിലയ്ക്ക് അതെല്ലാം കറക്റ്റാണ്. പിന്നെ ഈ കാണുന്നുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് പുറത്തിട്ട് വിൽക്കുന്നത്. ഇവിടെ പറയാൻ 100 രൂപ 150 200 ഈ റേറ്റിനെല്ലാം ഡ്രസ്സുകൾ കിട്ടും. അത് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, അത് ആവശ്യക്കാരുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവരത് വിൽക്കുന്നത്. അത് വേണ്ടവർക്ക് അത് വാങ്ങിക്കാം. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത് അവനവൻ്റെ ഇഷ്ടമാണ് വാങ്ങിക്കുന്നത്. അത് വേണ്ടവർ അത് വാങ്ങിക്കുക. പക്ഷേ എന്താ പറയുക, ക്വാളിറ്റി അത് നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക. ഞാൻ തിരക്കിയപ്പോൾ ചിലയിടത്ത് ചില ഷോപ്പ്, എല്ലാ ഷോപ്പും അല്ല, ചില ഷോപ്പിൽ വാഷ് ചെയ്ത്, അതായത് പഴയ ഉപയോഗിച്ച ഡ്രസ്സിനെ വാഷ് ചെയ്തിട്ട് അവർ അതിൻ്റെ ബട്ടൺസൊക്കെ പോയതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒക്കെയാണ് അത് വിൽക്കുന്നതെന്ന് ഞാൻ കേട്ടു. എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ സത്യം, പക്ഷേ എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അതും കണ്ടിട്ട് ഞാനെല്ലാം ചെക്ക് ചെയ്ത് നോക്കി. അതിൽ ചിലതൊക്കെ കീറിയതും ഉണ്ട് കേട്ടോ, കീറിയ ഡ്രസ്സും ഉണ്ട്, പഴയ ഡ്രസ്സുകളും ഒക്കെ ഉണ്ട്. അത് വേണ്ടവർക്ക് അത് വാങ്ങിക്കാം. പക്ഷേ ഇന്നതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളെന്ന് മനസ്സിലാവും. അപ്പോൾ SM സ്ട്രീറ്റിലേക്ക് പോകാനിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടിച്ച് പോകുന്നത് നന്നായിരിക്കും തോന്നുന്നു. പിന്നെ ബാർഗനിങ് ഒന്നും പറ്റില്ല കേട്ടോ, കാരണം അവർ പറയും ഓൾറെഡി അവർ വില കുറച്ചാണ് ഇട്ടേക്കുന്നതെന്ന് പറയും. നമ്മൾ സാധാ ഒരു കടയിൽ പോകാൻ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ വില കുറവാണെന്നൊരു ധാരണയിൽ എല്ലാവരും പോകുന്നതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ അറിയില്ല. ഡ്രസ്സിന്റെ കേസിലാണെങ്കിൽ 1-2 കട മാറ്റി നിർത്തിയിട്ട് നോക്കാമെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ റേറ്റേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ അല്ലാത്ത ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, വില കുറവുണ്ട്. എന്നാലും പറയാനാണെങ്കിൽ അതനുസരിച്ചുള്ള ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി കേൾക്കണം. അപ്പോൾ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റ.